റിപ്പോർട്ടർ ടിവി ഇപ്പോൾ വത്തിക്കാനിലാണുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യയാത്രയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ക്ലിമീസ് പിതാവാണ്. പിതാവ്, എത്രത്തോളം പ്രൌഢമായ ചടങ്ങുകളാണ് വത്തിക്കാനിൽ നടക്കാൻ പോകുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകാനായി? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്, വത്തിക്കാനിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളും സഭാ ശുശ്രൂഷകരും പൊതുസമൂഹത്തിലെ ഭരണാധികാരികളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ഔദ്യോഗികമായ കബറടക്ക ശുശ്രൂഷ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലെ ചത്വരത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കും. കർദിനാളന്മാര് മിക്കവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ക്രൈസ്തവ സഭകളിലെ പാത്രിക്കീസ് ബാവാമാർ, സഭാധ്യക്ഷന്മാർ, മറ്റ് സഹോദരി മതങ്ങളിലെ ആചാര്യന്മാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു തുടങ്ങിയ പ്രസിഡന്റുമാരും രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും ഡെലഗേഷൻസ് ഇവിടെ ധാരാളമായി എത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രസിഡന്റ് ഉപചാരം അർപ്പിച്ച് ദേവാലയത്തിൽ ഔദ്യോഗിക ഡെലഗേഷൻ അവിടെ എത്തിയിരുന്നു. ഒരു പുണ്യപുരുഷന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയാകുവാൻ, ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ലോകം തന്നെ വത്തിക്കാനിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അനുഭവമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയത്തിൽ കരുതിയ ഒരു ശ്രേഷ്ഠാചാര്യനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് നാനാതുറകളിൽപ്പെട്ട ആളുകൾ പ്രാതിനിധ്യ സ്വഭാവത്തിൽ വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ഒരു പരമാധ്യക്ഷൻ എന്നതിനോട് ചേർന്ന് ഒരു പരമാധ്യക്ഷന്റെ ശുശ്രൂഷ ഏത് മാനത്തിലേക്ക് ഉയരാമെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് ഇന്ന് ലോകം ഔപചാരികമായി വിട ചൊല്ലുന്നതും നാളെ അദ്ദേഹത്തിന്റെ കബറടക്കം നടക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തുടങ്ങി മദർ മേജർ ബസിലിക്ക വരെ നീളുന്ന ഈ ഒരു സംസ്കാര ചടങ്ങിന്റെ മൊത്തം എത്രത്തോളം സമയമെടുക്കും? അതിന്റെ വിശുദ്ധ കുർബാന, ഔദ്യോഗികമായ കബറടക്ക ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം, ഇതൊക്കെ ഇവിടെ നടന്നതിന് ശേഷം ഇവിടെ നിന്ന് 3.5 കിലോമീറ്ററുകൾ അപ്പുറത്ത് ഉള്ള 4 കിലോമീറ്ററോളമുള്ള ഈ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്കാണ് മൃതദേഹം സംസ്കരിക്കപ്പെടുക. അവിടെ എല്ലാവർക്കും തീർച്ചയായും പ്രവേശനം ഉണ്ടാവില്ല. കാരണം പ്രോട്ടോകോള്, സെക്യൂരിറ്റി സിസ്റ്റം, അവിടെയുള്ള മറ്റ് പരിമിതികൾ ഇതെല്ലാം കണക്കിലെടുത്ത് പ്രാതിനിധ്യ സ്വഭാവത്തിൽ അവിടേക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് വാഹനത്തിൽ ഈ മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകും. അവിടുത്തെയുള്ള ശുശ്രൂഷകൾ നടന്ന് 27-ാം തീയതി കർദിനാളന്മാരെല്ലാവരും ഉച്ചയ്ക്ക് 3 മണി, ഇവിടുത്തെ സമയം 3 മണിയോടുകൂടി ഖബറിടത്തിലെത്തി എല്ലാവരും ഔപചാരികമായി വീണ്ടും ഒരിക്കൽ അവിടെ പ്രാർത്ഥിച്ചാണ് തിരികെ വത്തിക്കാനിലെത്തി ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. വലിയൊരു ജനക്കൂട്ടമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഇന്ന് തന്നെ കണ്ടു ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന്. എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു ദിവസത്തെ ഈ തിരക്ക് ഇവിടെ ഉണ്ടായത്? ഈ ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. രാത്രി മുഴുവൻ ബസിലിക്ക തുറന്നിട്ടിരുന്നു. ചുരുങ്ങിയ 1-2 മണിക്കൂർ ഒഴികെ ബാക്കി മുഴുവൻ സമയവും രാത്രിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. അത് ഈ സമാപന ദിവസത്തിലെ വലിയൊരു ക്രൌഡ് ഒഴിവാക്കുന്നതിനു വേണ്ടി ചെയ്ത ഒരു ക്രമീകരണം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ ദിവസങ്ങളിലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി മുഴുവനും അങ്ങനെ 3-4 ദിവസമായി ഇത് ഇവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയിലെ വലിയ ഒരു ആൾക്കൂട്ടം കുറെയെങ്കിലും അത് പരിഹരിക്കുന്നതിന് സാധിക്കും. എങ്കിലും പ്രാതിനിധ്യ സ്വഭാവത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുക. നാളെ എത്രമാത്രം വലിയ
ജനക്കൂട്ടമായിരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എങ്കിലും നേരിട്ടും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കോടാനുകോടി ജനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും ഏതായാലും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യം തന്നെയായിരിക്കും, സാക്ഷ്യം തന്നെയായിരിക്കും പാപ്പയുടെ അന്ത്യയാത്രയ്ക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല.